ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 1 അളവുകളും യൂണിറ്റുകളും. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളെ കുറിച്ചുമാണ്. അപ്പോൾ നോക്കാം. വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കുന്ന അളവുകളെയാണ് നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഭൗതികശാസ്ത്രത്തിൽ അളക്കാൻ കഴിയുന്ന ഒരു വസ്തുവിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ ഗുണവിശേഷമാണ് ഭൗതിക അളവുകൾ. ഇതൊരു സംഖ്യാമൂലവും യൂണിറ്റും ചേർന്നതാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് നീളം, സമയം, പിണ്ഡം, താപനില, വേഗത. ഈ ഭൗതിക അളവുകളെ രണ്ടായി തരംതിരിക്കാം. 1 അടിസ്ഥാന അളവുകൾ, 2 വ്യുൽപ്പന്ന അളവുകൾ. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 7 പ്രധാന അടിസ്ഥാന അളവുകളാണുള്ളത്. നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവയാണ്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് എല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണിവ. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരത്തെ നമ്മൾ നീളം എന്ന ഭൗതിക അളവ് വെച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെയൊക്കെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പരപ്പളവ്, വ്യാപ്തം, വേഗത എന്നിവ വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകൾ അഥവാ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകളാണ് സ്വീകരിച്ചിരുന്നത്. ഉദാഹരണമായി നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി, മുഴം, ചാൺ എന്നീ അളവുകൾ ഉപയോഗിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിന് ചില പ്രായോഗിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കൃത്യതക്കുറവ്, മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസം എന്നിവ. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്തെല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കും. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. ഇതിൻ്റെ പ്രതീകമാണ് M. നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവ. പ്രകാശവേഗം എന്താണെന്ന് നോക്കാം. പ്രകാശം ശൂന്യതയിൽ 1 സെക്കൻഡിൽ 29,97,92,458 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ശൂന്യതയിലൂടെ 1 സെക്കൻഡിൻ്റെ 1/29,97,92,458 ടൈം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ SI യൂണിറ്റായി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 29,97,92,458 മീറ്ററാണ്. പ്രകാശം 1/29,97,92,458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമെന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന അളവുകൾ നോക്കാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. എന്നാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററുമാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അളവുകളാണല്ലേ. എങ്കിൽ മൈക്രോൺ എന്താണെന്ന് നോക്കാം. മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. 1 മീറ്റർ എന്നത് 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. സൗരയൂഥത്തിൻ്റെ അളവുകോൽ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ. ഒരു മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. മാസിൻ്റെ SI യൂണിറ്റാണ് കിലോഗ്രാം. kg ആണ് ഇതിൻ്റെ പ്രതീകം. മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം എന്നത് 1000 മില്ലിഗ്രാം ആണ്. ക്വിൻ്റൽ, ടൺ എന്നിവ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10 ലക്ഷം മില്ലിഗ്രാം ആണ്.
അതുപോലെ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 100 കിലോഗ്രാം എന്നത് 1 ക്വിൻ്റലാണ്. അതുപോലെ 1000 കിലോഗ്രാം ആണ് 1 ടൺ എന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ടൺ എന്നത് 10 ക്വിൻ്റൽ ആണെന്ന് മനസ്സിലാക്കാം. സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്. ഇതിൻ്റെ പ്രതീകമാണ് എസ്. സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മിനിറ്റ്, മണിക്കൂർ എന്നിവ. 1 മിനിറ്റ് എന്നാൽ 60 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്നത് 360 സെക്കൻഡാണ്. വ്യാപ്തം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. ഇത് മീറ്റർ എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. മാസ് ബൈ വ്യാപ്തം എന്നതാണ് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസ്. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. സാന്ദ്രത ഈസ് ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രതയും കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നതൊരു സ്ഥിരസംഖ്യയാണ്. അടിസ്ഥാന യൂണിറ്റുകൾ. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും നോക്കാം. 7 പ്രധാന അടിസ്ഥാന യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നീളത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ, അതിൻ്റെ പ്രതീകമാണ് M. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം, അതിൻ്റെ പ്രതീകമാണ് kg. സമയത്തിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്, അതിൻ്റെ പ്രതീകമാണ് S. താപനിലയുടെ യൂണിറ്റാണ് കെൽവിൻ, അതിൻ്റെ പ്രതീകമാണ് K. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് ആംപിയർ, അതിൻ്റെ പ്രതീകമാണ് A. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റാണ് മോൾ, അതിൻ്റെ പ്രതീകമാണ് MOL. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡല, അതിൻ്റെ പ്രതീകമാണ് CD. SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏകീകൃത യൂണിറ്റുകളാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കിയാണ് മറ്റു അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കുന്നത്. വ്യാപ്തം, സാന്ദ്രത എന്നീ വ്യുൽപ്പന്ന അളവുകളുടെ യൂണിറ്റുകളെയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയാണ്. വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ ഡെഫിനിഷൻ നോക്കാം. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണിവ. യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിന് ശരിയായ ചില നിയമാവലികളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലാദ്യം കൊടുത്തിരിക്കുന്ന യൂണിറ്റിലെ തെറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് യൂണിറ്റ്സ് രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ രണ്ടാമത് എഴുതിയിരിക്കുന്നത് നോക്കൂ. യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്നത് ഒരു വ്യക്തിയുടെ പേരായതിനാൽ വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. നീളത്തിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിന് ശേഷം കുത്തിൻ്റെയോ കോമയുടെയോ ആവശ്യമില്ല. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു വാചകമായതിനാൽ ഇതിൽ കുത്ത് ഉപയോഗിക്കാം. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ. യൂണിറ്റിൻ്റെ ഒപ്പം കുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. NM എന്നെഴുതുമ്പോൾ എന്നിന് ശേഷം ഒരു കുത്തോ സ്പേസോ ഇടണം. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്തോ സ്പേസോ വേണം. ഇത് സൂചിപ്പിക്കുന്നത് ഊർജം ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ എന്നാണ്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലിസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിനി യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആൻസർ കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ സെക്കൻഡ്. മീറ്റർ, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നിവ ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ആൻസർ മാസ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ആൻസർ ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? ആൻസർ മീറ്റർ പ്രകാശവർഷം. കാൻഡല എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വിസ് രാവിലെ 7 മണിക്ക് സ്റ്റഡി സ്ക്വാഡ് ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ക്വിസ് മാത്രമല്ല, ഇതിൻ്റെ റിവിഷൻ ബോർഡും ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ്. എല്ലാവരും ക്വിസിൽ ജോയിൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്